ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത അത് NH-44 ആണ്. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏത്? ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 17 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതിൽ 1, 2 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്, 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ആൻസർ സി ആണ് ഓപ്ഷൻ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന കേണൽ ഓൾക്കോട്ട് സ്ഥാപിച്ചതാണ്. അതാണെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കറുടേതാണ്. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലുവിൻ്റെയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുറാങ്കിനെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? അത് കർഷകരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇവർ 3 പേരും തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തന്ത്രമാണ് മഹനലോബി സ്വീകരിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖല ഒരു പ്രധാന പങ്ക് വഹിച്ചു. സെമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുക എന്നത് ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചത് മിക്സഡ് എക്കോണമിയാണ്, അഥവാ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. താങ്ക്സ് ഓൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.